പോവുകയാണ്. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചിരിക്കുന്നു. 63 വയസ്സായിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു. G ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? AV റസൽ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ മണിക്കൂറിൽ CPM കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. 63 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. G ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അശ്വതി, അല്പസമയം മുമ്പാണ് ഈ ഒരു മരണ വാർത്ത പുറത്തു വരുന്നത്. ഇന്ന് ഈ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് ഈ ഒരു ആകസ്മികമായ വേർപാട് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ CPM പ്രവർത്തകരെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ടേമായി ജില്ലയിലെ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത് AV റസലായിരുന്നു. അതിനിടയിൽ ഈ കഴിഞ്ഞ ജനുവരി 2, 3, 4, 5 തീയതികളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലും ഇത് 2ാം തവണ റസലിനെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ ചുമതലകൾ ഏറ്റുവരികയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായിരുന്നു. പക്ഷേ ഇതിനിടയിലും ചികിത്സ തുടർന്നിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടവും വീണ്ടും അദ്ദേഹം തന്നെ തുടരാനുള്ള തീരുമാനം പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. ഈ അപ്പോളോ ആശുപത്രിയിൽ ചില ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. ഈ ശസ്ത്രക്രിയ വിജയമായിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഹൃദയാഘാതം സംഭവിക്കുകയും അങ്ങനെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. ഏറെക്കാലമായി ഈ VN വാസവൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം മറ്റൊരു പേര് CPM-നെ സംബന്ധിച്ച് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. VN വാസവൻ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോഴും താൽക്കാലിക ചുമതല AV റസലിനായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയപ്പോഴും സമാനമായ രീതിയിൽ ജില്ലയിലെ പാർട്ടി AV റസലിനെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം നിയമസഭാ അംഗമായി VN വാസവൻ തെരഞ്ഞെടുത്തതോടെയാണ് അദ്ദേഹത്തിന്റെ ഒരു പിന്മുറക്കാരൻ എന്ന നിലയിൽ തന്നെ ഫലത്തിൽ AV റസലിനെ CPM തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഏറെ വർഷങ്ങൾ CPM-ന്റെ ജില്ലയിലെ പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ചിരുന്ന ആളായിരുന്നു. 1981-ലാണ് അദ്ദേഹം CPM-ന്റെ അംഗമാകുന്നത്. 12 വർഷത്തോളം ചങ്ങനാശ്ശേരിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം 12 വർഷം ഏതാണ്ട് ഒരു 12 വർഷക്കാലത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 24 വർഷത്തോളം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ 7 വർഷം കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയുമായിരുന്നു. നിലവില് CITU-വിന്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഒരു തവണ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 2006-ൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അന്ന് വിജയം നേടാൻ ആയിരുന്നില്ല. അതിന് തൊട്ട് മുമ്പ് 2000-2005 കാലയളവിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ നിരവധി ജില്ലയിലെ പാർട്ടി ഏൽപ്പിച്ച നിരവധി ദൗത്യങ്ങൾ വിജയകരമായി കൊണ്ടുപോകുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ കേവലം 63-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത്. ഈ ചികിത്സ പൂർത്തിയായതോടെ ഈ ചികിത്സയിലെ ശസ്ത്രക്രിയ പൂർത്തിയായതോടെ ആ ശസ്ത്രക്രിയ വിജയമെന്നറിഞ്ഞതോടെ വലിയ ആശ്വാസത്തിലായിരുന്നു അദ്ദേഹവും കുടുംബാംഗങ്ങളും ഒക്കെ, ഒപ്പം തന്നെ ജില്ലയിലെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനൊരു ഹൃദയാഘാതം സംഭവിക്കുകയും മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ചങ്ങനാശ്ശേരി അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് CPM-മായി ബന്ധപ്പെട്ട് ഏതാണ്ട് വിവിധ തരത്തിലുള്ള ചുമതലകൾ വഹിക്കുകയും കഴിഞ്ഞ 2 ടേമായി CPM-നെ ജില്ലയിൽ നയിക്കുകയും ചെയ്ത നേതാവിനാണ് വിട നൽകേണ്ടി വരുന്നത്. കോട്ടയം രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിടവാങ്ങലായി AV റസലിന് അത് അപ്രതീക്ഷിതമായ ഒരു വിടവാങ്ങലായി വരുന്നു എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയാണ് പ്രവർത്തകരും ഒപ്പം തന്നെ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളിലെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഏറ്റെടുക്കുന്നത്. അശ്വതി, തീർച്ചയായും ശ്രീജിത്ത്, AV റസലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ യുവജന നേതാവ്, യുവജന സമരങ്ങൾ, അദ്ദേഹം നയിച്ച സമരങ്ങളെ കുറിച്ചുകൂടി നമ്മൾ പറയണം. ഒരു തീപ്പൊരി നേതാവായിരുന്നു. ഒപ്പം ഈ ചേർത്തല SM കോളേജിലെ പഠന ശേഷം പൂർണ്ണമായും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും പടിപടിയായുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്.
തീർച്ചയായും. അതായത് അദ്ദേഹത്തിലെ സംഘാടകനെ ഈ ചങ്ങനാശ്ശേരി അടക്കമുള്ള മേഖലകളിൽ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ജില്ലയിലാകെ ശ്രദ്ധ നേടിയൊരു നേതാവായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൊട്ടടുത്ത ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് VN വാസവനെ പോലെ ഒരുപക്ഷെ കോട്ടയത്തെ CPM രാഷ്ട്രീയത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്നൊരു നേതാവിന് പകരക്കാരനാര് എന്ന ചിന്ത വന്ന സമയത്ത് സ്വാഭാവികമായും AV റസലിനെ തന്നെ പാർട്ടി തെരഞ്ഞെടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സംഘാടന മികവിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ഒരേ സമയം തന്നെ ഇപ്പൊ നമ്മളൊക്കെ ഇടപെടുമ്പോൾ പലപ്പോഴും വലിയ സൗഹൃദം കാണിക്കുകയും എന്നാൽ മറുവശത്ത് കാർക്കശ്യക്കാരനായ ഒരു നേതാവ് കൂടിയായിരുന്നു AV റസൽ എന്ന് തന്നെ നമുക്ക് തീർത്തും അനുഭവമുള്ള കാര്യവും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളോടും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ എന്താ പറയുക, വലിയ കൂടുതൽ പാർട്ടി എന്നുള്ള നിലയിൽ തീർത്തും സംഘാടകർ CPM-ന്റെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ പാർട്ടിയെ ശക്തമായി മുന്നോട്ട് അങ്ങനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് ഈ ജില്ലയിലെ പാർട്ടിയിലുമൊക്കെ തന്നെ അദ്ദേഹത്തെ അനുഭവപ്പെട്ടിരുന്നത്. G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം. വരും മണിക്കൂറിലെ ബുള്ളറ്റിനിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. ന്യൂസ് 3